ഓടി രക്ഷപ്പെട്ടു. അവിടുന്ന് വന്നട കുറെ കാലായി മനസമാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാതായിട്ട്. അതിന് ഞങ്ങളാരും ചേട്ടന്റെ ഉറക്കം കെടുത്തില്ല. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ ആരെ ഉണർത്താതല്ല ഞങ്ങളെ തൊഴിൽ ചെയ്യണത്. കയ്യിൽ കിട്ടുന്നതൊക്കെ മോഷ്ടിച്ചിട്ട് തമാശ. നമ്മൾ ഇവരെ അടിക്കാൻ നിന്നാലേ നമ്മൾ ഇവരെ കാട്ടിൽ തരം താഴ്ന്നു പോകും. സ്നേഹമുള്ളവരാ നമുക്ക് തിരിച്ചടിക്കാം. നേരെ ചൊവ്വ മനുഷ്യന്മാര് മോഷ്ടിക്കാൻ കൂടി സമ്മതിക്കില്ലെന്ന് വെച്ചാ ചേട്ടാ സ്വയം തൊഴിൽ കണ്ടെത്തന്റെ ഭാഗമായിട്ട് കിട്ടി തൊഴിൽ അറിയാൻ മേളത്തോട്ടല്ല ഞങ്ങൾ മോഷ്ടിക്കുന്നത്. എന്റെ ടേപ്പ് റെക്കോർഡിംഗ് വേറെ പണി കിട്ടിയില്ലെങ്കിൽ നീ മോഷ്ടിക്കുമല്ല. പോലീസിൽ വിളിക്കും. ഒന്ന് വേഗം വിടറോ സഹപ്രവർത്തക. സ്വാതന്ത്ര്യത്തിന്റെ കൂടെ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ട് പോയ സാധനമാ. ഇതിൽ കൂടുതൽ വേഗത്തിൽ പോയാലേ ജയിലിൽ ഒരു തെറിച്ചു പോകും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങൾ വേറെ ഉണ്ട്. അവന്മാരെത്തി യവന്മാരെ ഞാൻ പിടിച്ചോണ്ട് പോയാൽ ഞാൻ അത്രയും വഴി നമുക്ക് കുറഞ്ഞില്ലേ സാറേ. 36 വർഷം ഈ വേഷം വിട്ട് ചരച്ചിട്ട് ഈ തൃക്കൈ കൊണ്ട് ഇന്ന് വരെ ഒരു ഉണ്ണാക്കനെയും പിടിക്കാൻ സാധിച്ചിട്ടില്ല. റിട്ടയർമെന്റിന് മുമ്പ് ഈ മരമാക്രികളെങ്കിലും പിടിച്ചു കൊടുത്ത് എല്ലാ കേസുകളും യവന്മാരുടെ കുഞ്ചിക്കടിച്ചേറ്റ് പ്രൊമോഷൻ തട്ടിയെടുത്തിട്ട് എന്നെ കൊണ്ട് കെട്ടിയെടുത്താൽ മതി എന്നാണ് എന്റെ പ്രാർത്ഥന. ഒന്ന് ചവിട്ടി വിടറോ. ബ്രേക്ക് ബ്രേക്ക് എവിടെ കള്ളന്മാർ? കാക്കിയിട്ടോണ്ടാണോ അവിടെ കക്കുന്നേ? അത് തൊഴിലിന്റെ ഒരു യൂണിഫോം അല്ലേ? എന്നാ കതറിട്ടോണ്ട് കക്കിക്കൂടെ? എവിടെ തൊണ്ടി? ഇത് തെണ്ടി. തൊണ്ടി എവിടെ? വാങ്ങിച്ചു പിടിക്കണോ? ഇങ്ങനെ കുപ്രസിദ്ധരായ 2 അന്താരാഷ്ട്ര മോഷ്ടാക്കളെയാണ് കോൺസ്റ്റബിൾ രുദ്രംപിള്ള അറസ്റ്റ് ചെയ്തത്. എവിടെ പത്രക്കാർ? അവിടെ ഫോട്ടോ. എവിടെയാണ് പത്രക്കാർ? നടക്കണോ? സാറിന്റെ ടേപ്പ് റെക്കോർഡർ അതങ്ങ് കോടതി പറഞ്ഞാ മതി. സാർ സമയത്തെത്തി ഞങ്ങളെ രക്ഷിച്ചു. കൂടുതൽ ലക്ഷം ഞാൻ ലാക്കപ്പി തരാം. അയ്യോ ഈ അയ്യോ അല്ല ഒരു പ്രമോഷൻ എനിക്ക് ടയറോ. അത് കേടായി പോയി. പണ്ടാരം വണ്ടി വിടറോ. ഇയാളേത് കോപ്പിലെ പോലീസാ? ജീപ്പ് നിർത്തടോ. ആ തടിമാറിനെ കൂടി ഇതിനകത്തേറ്റം പോകണം. പതുക്കെ പറയടോ. റിട്ടയർഡ് IG ശാന്തസുന്ദര സാറാ അത്. എന്താ രുദ്രംപിള്ള ഒരു ആഹ്ലാദം? 2 പിടിയിട്ടാ പുള്ളികളെ പിടിച്ചു സാർ. ആര്? ഈ ഞാൻ തന്നെ. എവിടെ? ജീപ്പിലുണ്ട് സാർ. പാട്ട് നിർത്തടോ. കോളനിയിലെ സ്ഥിരം മോഷ്ടാക്കളാ. ഹലോ വെരി ഗുഡ്. ഇനി രുദ്രംപിള്ളക്ക് പ്രമോഷൻ ഉറപ്പാ. വേണോന്ന് വെച്ചാൽ ഈ രുദ്രംപിള്ള ഏത് അധോലോക നായകനെയും പിടിക്കാൻ സാർ. പിന്നെന്താ വേണമെന്ന് വെക്കാത്തെ? ജാതകവശാൽ കർമ്മണ്യേ വാധികാരസ്ഥേ മാഫലേഷു കഥാരചനേന്ന വിനാശകാലേ വിപരീത ബുദ്ധി. എന്റെ ഒരു പ്രമോഷൻ തടഞ്ഞ ആനയായത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് അതൊന്നും ആലോചിച്ച പിടിയിട്ടില്ല എന്റെ സാറേ. അനുഭവത്തിൽ വരും. പോകാം. ഇതോടോ ചിരിക്കുന്നേ? വെറുതെ അല്ലോട് തനിക്ക് പ്രമോഷൻ കിട്ടാതെ. വണ്ടി ഹോസ്പിറ്റലിലേക്കാ? അല്ല നിന്റെ അമ്മായിയപ്പന്റെ നെഞ്ചത്തോട്ട്. പ്രതികളായ സത്യരാജും ധർമ്മരാജും കുറ്റവാളികളാണെന്ന് ഈ കോടതിക്ക് പൂർണ്ണ ബോധ്യം വന്നതിനാൽ പ്രതികളെ 6 മാസത്തെ കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത കോൺസ്റ്റബിൾ രുദ്രംപിള്ള ഈ കോടതിയുടെ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. എല്ലാരും കൂടെ എങ്ങോട്ടാ? ജയിലിലേക്ക്. വേണ്ട വേണ്ട, ആരും വരണ്ട. കോടതി പറഞ്ഞ കേട്ടില്ലേ? ആപൽക്കരമായ ഏറ്റുമുട്ടലിലൂടെ ഒറ്റയ്ക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കോടതി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവരെ സുരക്ഷിതരായി ജയിലിലെത്തിക്കുവാനും ഈ രുദ്രംപിള്ളയ്ക്ക് കഴിയും. 2 കള്ളന്മാരെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം കൊണ്ടുപോകുന്ന റിസ്ക് ആണ്. ആ റിസ്കിന്റെ ക്രെഡിറ്റ് കൂടി എനിക്കിരിക്കട്ടെ. ആരും എന്നെ തടയരുത്. ജെപി കറ. ശരി, നീ മുൻ സീറ്റ്. ഓ അപ്പൊ ഞാനോ? നീ കറ. പോട്ടെ. ഇങ്ങോട്ട് ഇറങ്ങ. എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങാൻ? എന്തിനാ? ഇങ്ങോട്ട് ഇറങ്ങടോ. എന്താ കാര്യം പറ. അതൊക്കെ ഇറങ്ങിയിട്ട് പറയാം. എനിക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. താക്കോലിങ്ങനെ. താക്കോലും തരത്തില്ല. താക്കോലിങ്ങ അത് പറ്റത്തില്ല. താക്കോലി തുടങ്ങും. ഈ ജീപ്പ് എന്റെ സ്വന്തം വകയല്ലോ, ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ. അതാർക്കും ഓടിക്കാം. പിന്നെ ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് വല്ല കൊലപാതകമോ ബലാത്സംഗമോ മോഷണമോ എന്നുള്ളത് നടന്നാലേ എല്ലാം പെൻഡിങ് വെച്ചേരെ. ഞാൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രൊമോഷൻ കിട്ടണേ പണി കിടക്കണോടോ. നടക്കുന്ന തോപ്പിയും വെച്ച് പോലീസ് എന്നും പറഞ്ഞു കള്ളന്മാരെ കൊണ്ട് പറയിച്ചു. ആദ്യമായി 2 എലുമ്പന്മാരെ കൈ കിട്ടിയ അഹംഭാവ കിളവന്. കൈ കിട്ടിയത് വീരപ്പൻ എന്നാ വിചാരം.
സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മാണിക്കാത്ത ഡ്രൈവർ കയറിയതാ. അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പം ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങളെ ജയിലിൽ എത്തിച്ചില്ലെങ്കിണ്ടല്ല വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങളറിയും. ജീപ്പ് ഓടിച്ചിട്ട് കുറെ കാലമായി. ഇതിനു മുമ്പ് പ്ലെയിൻ പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ് അതെന്തുവാ? അതായത് വണ്ടിയുടെ പാർട്ട് ഓഫ് ദ ഹാർട്ട് പറഞ്ഞു മനസ്സിലാക്കി തരാം. അതായത് കാർബേറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി എന്നല്ല തീവണ്ടി പോലും റോട്ടി കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാവിടെ? ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരി ഒന്നും അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തില് ഈ തോർത്ത് ഇങ്ങനെ ഇട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് ആക്കി ചൂടപ്പം പോലെ വിളിക്കുന്ന ഞങ്ങൾക്ക് പുല്ല് വർത്തമാനം പറഞ്ഞു നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നെയൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിലേ എന്റെ പണി പോകും, എന്റെ പ്രൊമോഷൻ പോകൂടാ. അയ്യോ, സാറിന്റെ പ്രൊമോഷൻ പോകും. ഇതാ പറയുന്നത്, ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നുവന്ന് ഇട്ടവൻ തന്നെ അഴിക്കുന്നു. ആവശ്യമില്ലാത്തവരുടെ സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചാണ്. പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. എന്താ വണ്ടിയുടെ സ്പീക്കറിലാണല്ല? എന്റെ ഈശ്വര, എന്റെ സാറ് സ്പീക്കറിലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കർ ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? നല്ലകത്തിട്ട് നമുക്കൊന്ന് തള്ളി നോക്കാം. ദാതാക്കോല്ലേ സാറോടെ ഞാൻ തള്ളാം. നീ എന്നെ എങ്ങനെ ഇരുത്തണ്ട. എന്നാ ഞാനിരിക്കാം. സാറ് തള്ളു. അതാണ് സാർ തള്ളരുത്. ഞാൻ തള്ളും. തള്ളു. തള്ളരുതെന്നോ? പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ജീപ്പും തള്ളണം. തള്ളി തള്ളി കണ്ണു തള്ളി ഫുട്ബോളിൽ കാല് വെച്ച് തള്ളു. കാല് വെച്ചല്ലോ. ആ സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ളു. ആ കേറിക്കോ. കേറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അയ്യോ, എന്റെ പ്രമോഷൻ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? നാണമില്ലല്ലോ തനിക്കൊക്കെ പോലീസ് എന്ന് പറഞ്ഞ് നടക്കാൻ. ലാത്തിയും പോയി, തൊപ്പിയും പോയി, കൈ കിട്ടിയ പ്രതിയും പോയി, അസല് ജീപ്പും പോയി സർ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഓരോ ഫൂളിഷ്നെസ് കാണിച്ചു വന്ന് നിൽക്കും. 36 കൊല്ലമാരോട് താൻ ക്ഷൗരം തുടങ്ങിയിട്ട് തന്നെ പോലെ എപിമാരെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ. ഞാനത് ചെയ്യില്ല സർ. വേറെ ആരെങ്കിലും വെച്ച് സാർ ഒരു ബറ്റാലിയൻ സായുധ പോലീസിനെ തന്നാൽ 23 അവേഴ്സിനകം ആ 2 തണ്ടുകളെയും തൊണ്ടി സഹിതം ഈ രുദ്രംപിള്ള കസ്റ്റഡിയിൽ എടുക്കും സാർ. തനിക്ക് ഒരു ബറ്റാലിയൻ പോലീസ് മാത്രമല്ല ആഭ്യന്തര വകുപ്പ് തനിക്ക് തീർച്ചയായി തരാം. വളരെ സന്തോഷം സാർ. ഇറങ്ങി പോടോ. സാറിന്റെ പ്രമോഷൻ. തന്റെ പ്രമോഷൻ തന്നെ ഞാൻ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അയ്യോ, ഇനി പെൻഷനാകാൻ 36 ദിവസം കൂടിയേ ഉള്ളൂ. അതിനു മുമ്പ് സാറിന്റെ പാല വലിക്കരുത്. ആ ഒരു മാസത്തിനുള്ളിൽ പ്രതികളെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ തന്റെ പെൻഷൻ പോലും ഞാൻ കട്ട് ചെയ്യും. അയ്യോ, എന്റെ പെൻഷൻ കട്ട് ചെയ്യരുത്. കുഞ്ഞുകുട്ടി പരാതിക്കാരനായ ഒരു പാവം പോലീസുകാരനാണ് സാർ ഞാൻ. സാർ എന്നെ ചതിക്കരുത്. I say you get out. ഓ, നല്ല ഇംഗ്ലീഷ്. ഒത്തിരി ഉള്ളവരായിട്ട് ഓടിക്കുന്നതിന് എന്നെ വെറുതെ ഓടിക്കരുത്. കേൾക്കുന്ന ഈ കുള്ളൻ എന്നെ അകത്തേക്ക് കടത്തി വിട്ടില്ല. എല്ലാം തല്ലി തേർത്ത് ഞാൻ ഓടി. കുറെ ഇയാൾ ഓടി. പർമ്മത്തേക്ക് കയ്യറോ. ഇങ്ങോട്ട് മാറിക്കേ. അകത്തെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാ രുദ്രംപിള്ള. ഏത് രുദ്രംപിള്ള? അയ്യോ, കണ്ടശാങ്കടവ് സ്കൂളിൽ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രംപിള്ള. ഉച്ചക്കഞ്ഞി രുദ്രംപിള്ള. ഓ, രുദ്രൻ. കഞ്ഞി രുദ്രൻ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായിപ്പോയി. അങ്ങനെ ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്. പെൻഷൻ പറ്റാ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ അന്നേ പറഞ്ഞതാണ്, ഒരു ക്ലാസ്സിനും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യൻ കിണർ കുഴിച്ച കഥയും ഈച്ച പൂച്ചായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു MLA ആവായിരുന്നു. എന്തേ അങ്ങത്തെ? അന്ന് അതൊക്കെ ചെയ്യായിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ട് എന്ത് ഫലം? തോന്നുന്നത് തോന്നിയ പോലെ ചെയ്യണം. അതാണ് പോളിടെക്നിക്. പോളിടെക്നിക്? അതേടോ രാഷ്ട്രീയം. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. ഞാൻ ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്കുക. ഇപ്പോഴാ പിടികിട്ടിയത്. എന്തിനു ഇവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ? അതങ്ങനെ ഇലക്ഷന് 2 വോട്ടിന് ജയിച്ച് മന്ത്രിയായ പിന്നെ അങ്ങനെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല, കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വലിയ കുഴപ്പമില്ല. എനിക്കും ഒന്ന് പറയുന്നേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ കേട്ടാൻ
എന്താ? ഞാൻ ടയോട്ടാണ്, ഞാൻ ക്ഷീണിതനാണ്. ആഹാ. അതെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്കൊരു മുറി കൊടുക്കും ഇവിടെ. ശരി സാർ. അതെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് പറയാനുണ്ട്. അതെ, ഓഫീസിൽ പോയിട്ട് നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓടാണ് എന്റെ മുറി. വരൂ സാർ. എന്റെ മുറി ആ തരാം, വെയിറ്റ് ചെയ്യണം. മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോട്ട് വന്ന വല്ല പോലീസുകാരൻ വായിച്ചെന്ന് വെട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരനും കയറില്ലേ? എക്സ്ക്യൂസ് മീ. നമ്മളിവിടെ ഉള്ള കാര്യം ഏത് തെണ്ടിയോടെ ഇയാളോട് പറഞ്ഞു? നീയാണോ? മിസ്റ്റർ ഡാനിയൽ, ഇപ്പോഴാ കിട്ടിയത്. ഇത് മിസ്റ്റർ ഭദ്രംപിള്ള. രുദ്രംപിള്ള. സോറി, രുദ്രംപിള്ള, പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാർ ഒരു പോലീസുകാരനാണെന്ന്. 2 ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രംപിള്ള. ആ ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അയാള് സമ്മതിച്ചു. ഉം. അത് വേണോ സാറിന് ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയുമില്ല. ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ, എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പം നേരം വെളുക്കും. അല്ല, സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. അച്ചു അല്ല, KP നായർ, സീ ഫുഡ് എക്സ്പോർട്ടറാ. ഞാൻ പാർട്ണറാ, ഡാനിയൽ എം. ടി. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരനാ. അതെന്താ മിസ്റ്റർ രുദ്രംപിള്ളേ? 2 കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് രുദ്രംപിള്ള ഇവിടുന്ന് മടങ്ങും. സാഹചര്യം മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ 2 ചെറുപ്പക്കാർ. അവർക്ക് മാപ്പ് കൊടുത്തുകൂടാ മിസ്റ്റർ രുദ്രംപിള്ള? മാപ്പ് കൊടുക്കണോ? അല്ല രുദ്രംപിള്ള മിസ്റ്റർ, ഇതിനും വരെ എത്ര കേസുകൾ ഈ പോലീസുകാർ പണം വാങ്ങി തേച്ചു വാങ്ങിച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രൊമോഷൻ പോയി പോട്ടെ, ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിയിട്ട് രക്ഷപ്പെട്ട അവന്മാരെ വെറുതെ വിടില്ല ഞാൻ. പഴങ്കാനും അവന്മാരെ എന്റെ കയ്യിൽ കിട്ടിയാ ഞാൻ ഇത് ക്ഷമിക്കണം, ഞാൻ സ്വപ്പം മോഷണലായി പോയി. സാരമില്ല രുദ്രംപിള്ള, യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ, പോയൊന്ന് കുളിക്ക്, ഒന്ന് ബസ്സായിട്ട് വരും. ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. നല്ല അസല് ചൂടുകളുണ്ട്. പോയി കുളിക്ക. എവിടെയാ കുളിമുറി? പോയിക്കോളൂ. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി. ഞാൻ വഹിക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർമാർ രഹസ്യം പറഞ്ഞത്? ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. പോയിക്കോളൂ, പോയി കുളിക്കോ മിസ്റ്റർ രുദ്രംപിള്ള. പ്ലീസ് ടേക്ക് യുവർ ബാത്ത്. എന്റെ ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളി ആയിരിക്കണേ. അയ്യോ, എന്നെ ആൾമാരായിട്ട് എന്താ മിസ്റ്റർ നായർ? എന്ത് പറ്റി? അവനെ കൊല്ലണം, അല്ലെങ്കിൽ തന്നെ എന്താ പറ്റിയത് പറയൂ. മിസ്റ്റർ നായർ, മിസ്റ്റർ നായർ. എന്റെ ഒരു ഗതികേട്. ഒരു കള്ളന് പ്രേമിക്കാൻ മറ്റൊരു കള്ളൻ കാവല്. ചതിച്ചോ? ആഹാ, എന്താണ് തൂണും ചാരി? എവിടെ നമസ്കാരം. ഇന്നലെ വൈകിട്ട് കാറ്റ് കൊള്ളാൻ പോയപ്പോ അവിടെ വെച്ച് ഞാൻ എന്റെ കേസ് ഡയറി മറന്നു. ഞാനത് എടുക്കാൻ പോവാ. അത് അവിടെ തന്നെ ഇരിക്കട്ടെ, ഇപ്പൊ എടുക്കണ്ട. അതിന്റെ വില താങ്കൾക്ക് അറിയില്ല, എനിക്കത് എടുക്കണം. എടുത്തേ പറ്റൂ. അത് എടുക്കാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ആഹാ, എന്നാ താനും നോക്കണോ? ഒന്ന് നിന്നേ, അത് എടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എന്റെ കേസ് ഡയറി ഞാൻ എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ? അതിനേക്കാൾ വില പിടിച്ച ഡയറി ഞാൻ തരാം. വിലയിലല്ല പ്രശ്നം, വില പിടിപ്പുള്ള പല രഹസ്യങ്ങളും അതിനകത്തുണ്ട്. അയ്യോ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. എന്ത്? അതിനേക്കാൾ വിലപിടിപ്പുള്ള രഹസ്യങ്ങൾ അവിടെ ഉണ്ട്. എവിടെ? അവിടെ എവിടെ? ആ ഡയറിയിൽ അതിനേക്കാൾ നല്ല രഹസ്യമുള്ള ഡയറി ഞാൻ തരാം. എവിടെയെങ്കിലും
ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡയറി മോഷ്ടിച്ചെടുത്ത് അതിലെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ താൻ ചാരനാണോ? അയ്യോ അത് അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്തില്ല. ഒരു സാധുവിനെ arrest ചെയ്ത് എനിക്ക് promotion വേണ്ടടോ. ആരെങ്കിലും കാണും, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ പോയിക്കോളൂ, ഞാൻ ഇതുവഴി വന്നോളാം. അവനല്ലേ അവൻ? അവൻ തന്നെ. താൻ ഉദ്ദേശിക്കുന്ന സത്യനല്ല. നശിപ്പിച്ച കശ്മല. ഇല്ല അവിടെ. നിരങ്ങി കളിക്കാൻ പോവാണോ? ഞാനും ഉണ്ടടാ നിരങ്ങാൻ. വഴി ഞാൻ കാണിച്ചു തരാം അവിടെ. പിടിക്കുന്നു ഞാൻ എന്റെ വഴി തരുകയാണ്. ഞാനിപ്പോ വടിയായനെ. ഇല്ലടാ അവിടെ. അയ്യോ തെണ്ടി. അയ്യോ ക്ഷമിക്കണം, ഞാൻ ഒന്ന് കണ്ടു. അവനെവിടെ? ഏതവൻ? നിങ്ങൾ ഈ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചല്ലേ അവൻ? ഉടുതുണി മാറുമ്പോ എന്റെ മുറി കയറിയെന്ന് തോന്നിയവാസം പറയുന്നു. അയ്യോ, ക്ഷമിക്കണം, ഞാൻ ഒന്ന് അയ്യോ, കണ്ടു. ഓടി വായോ, പെണ്ണുപിള്ള. ഓടി വായോ. എന്താ? അവരെ വിടൂ. എന്താ ഇത്? എന്ത് പറ്റി? ഞാൻ തുണി മാറുമ്പോ ഇയാള് വന്നിട്ട് മിസ്റ്റർ, മുകളിലത്തെ നിലയിൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ആ കള്ളന്റെ പുറകെ വന്നതാണ്. താനാ കള്ളൻ. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നോട്ടോ ഇയാളുടേത്. അയ്യോ എന്റെ പൊന്നു മഞ്ഞപ്പെങ്ങളെ, ഇതെന്റെ ജോലിയുടെ പ്രശ്നമാണ്. എനിക്ക് അവനെ കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇത്തരം ഒരു സ്ഥാപനത്തിൽ കയറി വേണ്ടാതിനും കാട്ടുന്ന ഇയാളെ വെറുതെ വിടരുത്. അയ്യോ മാഡം, പിന്നെ എന്താ 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 പ്രശ്നം? എന്താ കാണിച്ചെന്നറിയോ? സ്ത്രീകൾ ഡ്രസ് മാറുന്നിടത്തെന്ന് ഒളിഞ്ഞു നോക്കി. ഒളിഞ്ഞു നോക്കാൻ പോയതല്ല, പിടിക്കാൻ പോയതാ. അടിച്ചതിന്റെ ചെപ്പക്കുറ്റി ഞാൻ നിരപരാധിയായ ഒരു പോലീസുകാരനെ കുരിശി തറക്കരുത് കുഞ്ഞു പെങ്ങളെ. അവൻ അകത്തുണ്ട്, അവനെ പിടിക്കാൻ പോയതാ. ഏതവൻ? അവൻ ഇയാൾക്ക് വട്ട. വട്ടന്റെ അപ്പനാടാ പുല്ലേ. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് മാത്രം അയാൾക്ക് ഇവിടെ റൂം കൊടുത്തത്. ഇമ്മാതിരി അലവലാതെയാണെന്നുള്ള വിവരം ഞമ്മക്കറിയോ? അയ്യോ കൂട്ടുകാരാ, മതി മതി, ഞാനേക്കുള്ള ഒരു ലോകവുമില്ല. ഇമ്മാതിരി കുരുത്തക കളിച്ചവനെ എത്രയും പെട്ടെന്ന് ഗേറ്റിൽ പുറത്താക്കി വാതിൽ എടുക്കാൻ വേണ്ടത്. വേണി വേണ്ട, പൊട്ടിച്ചാലും കുഴപ്പമില്ല. അയ്യോ ചതിക്കരുത് കൂട്ടുകാരെ, അവരെ പറഞ്ഞു പ്രേരിപ്പിച്ച് എന്നെ ഇടിപ്പിക്കരുത്. ദേ അവൻ ഇതിനകത്തുണ്ട്, എന്റെ ഏര ഇതിനകത്തുണ്ട്. വിളിച്ചാളിപ്പോ കണ്ടേ ശ്രീലംബാരൻ. അയ്യോ സാറേ, ഞാൻ ആ സ്വഭാവക്കാരനല്ല. ഇയാളെ പിടിച്ച് അയ്യോ പുറത്താക്കാൻ പറ്റട്ടെ. എന്റെ പൊന്നു മാനേജർ സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ എന്റെ അന്വേഷണം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. പുറത്ത്. അയ്യോ പുറത്ത് വെച്ച് പറ്റില്ല. ഇതായിട്ട് ബാക്കി വെക്കേണ്ട അടുത്തോട്ട് പോ. ഡാനിയലേ, ഏത് നായ്ക്ക് ഒരു ദിവസം വരുവടാ, അന്ന് ഞാൻ നിന്നെ കടിച്ചോളാം. അവിടെ പടി ഇടാ, അവിടെ നിന്നാ. ഗേറ്റിന് പുറത്താക്കാനല്ലേ പറ്റൂ. തണുത്ത് പറച്ച് ചത്താലും ശരി, ഇതിനകത്ത് അവന്മാരുണ്ടെങ്കിൽ അവന്മാരെയും കൊണ്ട് ഞാൻ പോവും. പൗർണമി ആയോണ്ട് നല്ല നിലാവുണ്ട്. നിർത്താൻ കാണണമെങ്കിൽ തുടക്കം മുതലേ കാണണം. പെട്ടെന്ന് വാ. ശബ്ദം ഉണ്ടാക്കില്ലല്ല. ഇവരെല്ലാം എങ്ങോട്ടേക്കായി പോകുന്നേ? പുറകെ കൂടുതൽ തന്നെ. ഒന്നും പറ്റില്ലല്ലോ, കഴിച്ചില്ലായി. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഇതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ലോ. ദിസ് ഇസ് മൈ ഡ്യൂട്ടി. അത് സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതല്ലേ. ഞാനിവിടെ ഒരു സങ്കടം കൊണ്ട് ഒരുക. റിട്ടയർമെന്റിന് മുമ്പ് ആ രണ്ട് കള്ളന്മാരെ പിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. എന്റെ ഈശ്വര, നീ അവരെ ഏത് പാതാളത്തിലാണോ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അതോർത്ത് സങ്കടപ്പെടേണ്ട രുദ്രംപിള്ളേ, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ജാനിയിലേ, നീ എന്റെ വാരം കൊണ്ടുപോകാനാണ്. മാർഗരറ്റ് വല്യമ്മേ, ജയിക്കൂടാ.